അല്ല ഒരു സെക്കൻഡ് തെറ്റുകാരനാണെന്ന് ഏത് കോടതി പറഞ്ഞു? തെറ്റുകാരനാ? ശരി, ഒരു സെക്കൻഡ് അല്ല ഒരു സെക്കൻഡ് ഞാൻ മാഡത്തിലേക്ക് തന്നെ വരുന്നത്. അല്ല ഒരു സെക്കൻഡ്, തെറ്റുകാരനാണെന്ന് കോടതി പറഞ്ഞു? തെറ്റുകാരനാണെന്ന് പറഞ്ഞു. ശരി, ഒരു സെക്കൻഡ്. അപ്പോ നമ്മുടെ നമ്മുടെ നിയമത്തിന്റെ ബേസിക് പ്രിസംപ്ഷൻ എന്താ? എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. അതൊക്കെ മാറിയോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്പെസിഫിക് കേസ് എടുക്കാം. 2 പരാതികൾ വന്നല്ലോ. 2 പരാതികളിലും അതായത് ആദ്യത്തെ പരാതിയിൽ 3 സ്ഥലത്ത് വെച്ച് പീഡനം. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചാണ് പറയുന്നത്, വേറെ ആരെ കുറിച്ച് ഞാൻ പറയുന്നില്ല. 3 സ്ഥലത്ത് വെച്ച് കോടതി അത് നിലനിൽക്കില്ലെന്ന് പറഞ്ഞില്ലേ? അത് മാറ്റിയില്ലേ? അയ്യോ ഒരു സെക്കൻഡ് പറഞ്ഞില്ലേ? ഒരു സെക്കൻഡ്. പിന്നെ ഏത് കേസിൽ നിലനിൽക്കുന്ന പറഞ്ഞത്? പ്രഗ്നൻസി കഴിഞ്ഞുള്ള അബോർഷൻ, അതായത് നിർബന്ധിത അബോർഷൻ കേസാണ് നിലനിൽക്കുന്നതെന്നല്ലേ കോടതി പറഞ്ഞത്? പിന്നെന്താ സാർ പറയും? എന്റെയും കൂടെ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ പരാതിക്കാരിയെ കുറിച്ച് ഒരു വാക്കുപോലും പറയുന്നില്ല. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ കോടതി പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങൾ വെർബാറ്റിം കോട്ട് ചെയ്യാൻ കുഴപ്പമില്ല. ആദ്യത്തെ കേസ് ഞാനുമായി ബന്ധപ്പെട്ടാണ് ഞാൻ സംസാരിക്കുന്നില്ല. 2ാമത്തെ കേസ് ഒന്ന് പറഞ്ഞു. എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അല്ല ഒരു സെക്കൻഡ്. തെറ്റുകാരനാണെന്ന് ഏത് കോടതി പറഞ്ഞു? തെറ്റുകാരനാ? ശരി, ഒരു സെക്കൻഡ് അല്ല ഒരു സെക്കൻഡ് ഞാൻ മാഡത്തിലേക്ക് തന്നെ വരുന്നത്. അല്ല ഒരു സെക്കൻഡ്, തെറ്റുകാരനാണെന്ന് കോടതി പറഞ്ഞു? തെറ്റുകാരനാണെന്ന് പറഞ്ഞു. ശരി, ഒരു സെക്കൻഡ്. അപ്പോ നമ്മുടെ നിയമത്തിന്റെ ബേസിക് പ്രിസംപ്ഷൻ എന്താ? എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. അതൊക്കെ മാറിയോ? എ പേഴ്സൺ ഈസ്, ഇത് രാഹുൽ ഈശ്വർ ഉണ്ടാക്കിയതല്ല. അല്ല ഒരു സെക്കൻഡ്. എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി എന്നുള്ളത് നമ്മുടെ ഭരണഘടനയുടെ നിയമ സംവിധാനത്തിന്റെ ഏറ്റവും അടിസ്ഥാന മാക്സിമാണ്. ഒന്ന്, ആര് പറഞ്ഞു? അല്ല സാർ, ഞാൻ അല്ല ഒരു സെക്കൻഡ്. എന്താ അറിയാമോ, ഞാനാണോ അല്ല എന്താ അറിയാമോ ഞാൻ പറയുന്നതിനെ തീർത്തു പറഞ്ഞില്ലെങ്കിൽ, അതായത് ഞാൻ പറയുന്ന ഒരു കാര്യത്തെ കംപ്ലീറ്റ് ആയി പറഞ്ഞില്ലെങ്കിൽ പകുതി വെച്ച് അവർ കട്ട് ചെയ്ത് പറയും. ഞാൻ ആദ്യം അദ്ദേഹം പറഞ്ഞ ഒരു എന്നാ താങ്കൾക്ക് പറഞ്ഞു മറുപടി പറഞ്ഞോട്ടെ, മറുപടി പറയട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണ് ഇത് കോടതി പറഞ്ഞു. കറക്റ്റ്. അപ്പോ ആണല്ലോ, ആർക്കും തർക്കമില്ലല്ലോ സാർ. തെറ്റുകാരനാണെന്നല്ലേ കണ്ടെത്തേണ്ടത്? ഇപ്പൊ അങ്ങനല്ലേ? തെറ്റുകാരനല്ലേ കണ്ടെത്തേണ്ടത്? ഇനി 2, നമ്മുടെ ലീഗൽ മാക്സിം. ഞാൻ ലോ കൂടെ പഠിച്ചുകൊണ്ടാണ്, ഒരുപാട് പ്രാക്ടീസിംഗ് അനുഭവമൊന്നുമില്ല. എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. ഇതാണ് 1ാമത്തെ മാക്സിം. 2ാമത്തെ എന്താ അറിയാമോ? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത്. ഇതൊന്നും രാഹുൽ ഈശ്വർ ഉണ്ടാക്കിയ കാര്യങ്ങളല്ല. ഇതൊക്കെ ബഹുമാനപ്പെട്ട കോടതികളും കോൺസ്റ്റിറ്റ്യൂഷനും ഈ രാജ്യത്തിന്റെ ഫോർ ഫാദേഴ്സും പറഞ്ഞതാണ്. സാർ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനല്ലെന്ന് ഏത് കോടതി പറഞ്ഞു? രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് ഏത് കോടതി പറഞ്ഞു?